ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാജിദാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫറാഷ പർദ്ദയുമായിട്ടാണ്. വളരെ ഈസിയായി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പർദ്ദയാണിത്. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ മറ്റ് പർദ്ദയുടെ സ്റ്റിച്ചിങ്ങിനേക്കാളും കൂടുതൽ വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പർദ്ദ ഫെസ്റ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ളതും ഈ ഒരു പർദ്ദയുടെ സ്റ്റിച്ചിങ്ങിനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് ഞാനിവിടെ ഷാൾ ഡിസൈനിങ്ങും കൂടി കാണിക്കുന്നുണ്ട്. അതിനു വേണ്ടി ഞാൻ 2 മീറ്റർ ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട്. ഷാൾ ക്ലോത്ത് കട്ട് ചെയ്ത് വാങ്ങിയതാണ്. അതുകൂടാതെ ബ്രൗൺ കളർ സിൽക്ക് ടൈപ്പ് ഒരു ക്ലോത്ത് കൂടി വാങ്ങിയിട്ടുണ്ട്. 3 മീറ്റർ ക്ലോത്താണിത്. 240 രൂപയാണ് ഈ ക്ലോത്തിൻ്റെ റേറ്റ്. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ, അതായത് ഫറാഷ പർദ്ദ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ സ്മൂത്ത് ആയിട്ടുള്ളതും അതുപോലെ തന്നെ തൂങ്ങി നിൽക്കുന്നതുമായ ക്ലോത്ത് വേണം സെലക്ട് ചെയ്തെടുക്കാൻ. നമുക്ക് ഷാൾ ഡിസൈനിങ് അടക്കം കാണാം. ഡിസൈനിങ് നെക്സ്റ്റ് വീഡിയോയിലാണ്. ക്ലോത്ത് നമുക്ക് വിരിച്ചിടാം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ക്ലോത്ത് വീതിക്ക് 2ആയും നീളത്തിൽ 2ആയും മടക്കുക. ആദ്യം വീതിക്ക് മടക്കുക, പിന്നീട് നീളത്തിൽ മടക്കുക. അങ്ങനെ 4 പീസായി എടുക്കാം. നിങ്ങൾക്ക് കാണാം ഇവിടെ 4ആയി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ചുരിദാറിനൊക്കെ എങ്ങനെയാണോ ഫോൾഡ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെയാണ് ഇതിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതേപോലെയുള്ള ഒരു പർദ്ദയുടെ സ്റ്റിച്ചിങ് വീഡിയോ ഇതിന് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒരു പർദ്ദയിൽ നിന്നും, നമ്മുടെ കൈവശമുള്ള ഒരു പർദ്ദയിൽ നിന്നും എങ്ങനെ അളവെടുത്ത് ഫറാഷ പർദ്ദ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിന് നമ്മുടെ അളവിനനുസരിച്ച് ഒരു പർദ്ദ എടുക്കാം. അത് സെൻറ്ററിൽ വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. 2ആയി ഫോൾഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ പർദ്ദയുള്ളത്. അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതൽ കൈയുടെ എൻഡ് വരെയുള്ള അളവെടുക്കാം. കണ്ടോ, ഇതേപോലെ പോയിൻ്റ് ചെയ്ത് കറക്റ്റായി വേണം അളവെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴിവിടെ 33 ഇഞ്ചാണ് നമുക്ക് ലഭിച്ചത്. 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം നമുക്ക് 34 ഇഞ്ച് എടുക്കാം. 34 ഇഞ്ചാണ് നമുക്കിവിടെ ക്ലോത്തിൽ മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഈ 34 ഇഞ്ച് മുഴുവനായും നമുക്ക് ക്ലോത്തിൽ ലഭിക്കുകയില്ല. അതിന് നമ്മൾ എക്സ്ട്രാ ഒരു പീസ് ജോയിൻ്റ് ചെയ്യേണ്ടി വരും. നമുക്കിപ്പോൾ ഇത് എത്രയാണ് അളവ് കിട്ടുന്നത് എന്ന് നോക്കാം. ഇവിടെ 30 ഇഞ്ചാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അളവ്. സ്ലീവിൻ്റെ കൂടെ 4 ഇഞ്ച് എക്സ്ട്രാ ജോയിൻ്റ് ചെയ്യേണ്ടി വരും. തയ്യൽ തുമ്പടക്കമാണ് 4 ഇഞ്ച് എക്സ്ട്രാ ജോയിൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ പീസ് നമുക്ക് പിന്നീട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് എങ്ങനെയാണ് നെക്ക് അളവ് എടുക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ മോഡൽ നെക്കല്ല ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്കിൽ എങ്ങനെയാണ് അളവെടുക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് നെക്കിൻ്റെ വീതി എടുക്കാം. ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്നും നെക്കിൻ്റെ സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്തേക്ക് വരെയുള്ള അളവാണ് എടുക്കുന്നത്. 3 ഇഞ്ചാണ് നമുക്ക് ലഭിച്ചത്. 3 ഇഞ്ച് അങ്ങനെ തന്നെ ക്ലോത്തിലേക്ക് വീതി മാർക്ക് ചെയ്യാൻ പാടില്ല. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ 2.25 ഇഞ്ച് നമുക്ക് വീതി മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അളക്കേണ്ടത് നെക്കിൻ്റെ ഇറക്കമാണ്. 6 ഇഞ്ചാണ് നമുക്ക് നെക്ക് ലഭിക്കുന്നത്. 6 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇത് പർദ്ദയുടെ നെക്കാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി കുഴിച്ച് മുറിക്കരുത്. കുറച്ച് ഉള്ളിലേക്ക് കയറ്റി വേണം മാർക്ക് ചെയ്തെടുക്കാൻ. ഈ ഒരു നെക്കാണ് നിങ്ങൾ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ പർദ്ദയുടെ ഒരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണാം. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു പർദ്ദയും ഫ്രണ്ട് ഓപ്പണായി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ വീഡിയോ നന്നായി കാണാം. അതേ മെത്തേഡ് മറ്റെല്ലാ പർദ്ദയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് ആ ഫ്രണ്ട് ഓപ്പൺ അബായ. നമുക്കിവിടെ 4 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് നെക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, വീതി 4 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറക്കം 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുകയാണ്. സ്റ്റിച്ചിങ് കഴിയുമ്പോഴേക്കും 4.5 ഇഞ്ച് വീതിയും 2 ഇഞ്ച് ഇറക്കവുമുള്ള നെക്കായി മാറും ഇത്.
നല്ല തടിയുള്ളവർ മാത്രമേ 4.5 ഇഞ്ചും 2 ഇഞ്ച് ഇറക്കവുമുള്ള നെക്ക് കട്ട് ചെയ്യേണ്ടതുള്ളൂ. ഈ മാർക്ക് ചെയ്ത അളവ് നമുക്ക് ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ജസ്റ്റ് ഒന്ന് അവിടെ കേർവ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ വീതി എടുക്കാം. ഏറ്റവും എൻഡിങ് പോയിന്റിലുള്ള വീതിയാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് വീതിയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ നമുക്ക് വീതി അളന്നെടുക്കാം. ഞാനിവിടെ നല്ല വീതിയുള്ള ഒരു സ്ലീവാണ് അളവിനായി എടുത്തിരിക്കുന്നത്. 11 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. നമുക്ക് ആ 11 ഇഞ്ച് ക്ലോത്തിൽ മാർക്ക് ചെയ്തെടുക്കാം. നെക്ക് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നേരെ ലഭിക്കുന്ന എൻഡ് ഭാഗത്താണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ നേരത്തെ 30 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നിന്നും നേരെ താഴേക്ക്, കണ്ടോ, ഇവിടുന്ന് താഴേക്ക് 11 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഒരു വലിയ സ്ലീവ് തന്നെയായി ഇത്. ഇതിലും കൂടുതൽ വലിപ്പമാക്കിയാൽ കാണാൻ ഭംഗിയുണ്ടാവുകയില്ല. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് സ്ലീവിൻ്റെ വീതി കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇവിടെ ഇപ്പോൾ 11 ഇഞ്ച് സ്ലീവ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഷേപ്പ് ചെയ്യേണ്ടത്. അതിന് നമ്മുടെ ഷോൾഡർ പോയിന്റിൽ നിന്നും താഴേക്ക് 15 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെയാണ് ഷേപ്പ് വരിക. വീതിയിൽ നിന്നും ഒരു 8 ഇഞ്ച് മാറിയാണ് ഈ 15 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു കേർവ് ഷേപ്പ് ചെയ്യുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. കണ്ടോ, ഇതേപോലെ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കാം. വേറെ ഒരു ഡിഫിക്കൽട്ടും ഇതിനില്ല. ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഷേപ്പ്. ഇപ്പം നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്തു. അത് ജസ്റ്റ് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. നെക്കും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പർദ്ദയുടെ ഇറക്കം എടുക്കാം. അളവെടുക്കുന്ന പർദ്ദയുടെ ഷോൾഡർ പോയിന്റിൽ നിന്നും നേരെ താഴേക്കുള്ള അളവെടുക്കാം. അളവെടുക്കുന്ന ക്ലോത്ത് ഇതേപോലെ മൂവ് ചെയ്യാനൊന്നും പാടില്ല. ജസ്റ്റ് ഞാനൊന്ന് അളവ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 58 ഇഞ്ചാണ് നമുക്ക് അളവ് ലഭിച്ചത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 59 ഇഞ്ച് എടുക്കാം. കണ്ടോ, ഇവിടെ നെക്ക് പോയിന്റ് മാർക്ക് ചെയ്തെടുത്ത് നിന്നും നേരെ താഴേക്ക് നമുക്ക് 59 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. 58 ഇഞ്ച് ലഭിച്ചത്. 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 59 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ അബായയുടെ ഇറക്കം. ഇനി നമുക്ക് ചെയ്യേണ്ടത് അബായയുടെ വീതി എടുക്കാം. താഴ്വശത്തെ വീതിയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. താഴ്വശം നമ്മൾ പർദ്ദയിൽ നിന്നും അളവെടുക്കുന്നില്ല. ഏതാണ്ട് ഒരു 45 ഇഞ്ച് നമുക്ക് വീതി വേണം. ഇവിടെ 4ആയി ഫോൾഡ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ നേർപകുതി എടുക്കാം. അപ്പോൾ 22.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു കോമൺ ആയ അളവാണിത്. ഈ ഒരളവ് വേണം ഇതേപോലെയുള്ള ഒരു അബായയ്ക്ക്. അപ്പോൾ നമുക്ക് 22.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. കണ്ടോ, ഇത് നമ്മൾ നേരെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ എൻഡിങ് പോയിന്റിൽ ജസ്റ്റ് ഒന്ന് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ വശം തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കൈയുടെ ഭാഗം മാർക്ക് ചെയ്ത പോയിൻ്റാണിത്. അവിടെ നിന്നും നേരെ താഴേക്ക് നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. താഴ്വശം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് വരെ നമുക്ക് നേരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മളിപ്പോൾ കൈ മാർക്ക് ചെയ്തു. അവിടെ നിന്നും നേരെ ഷേപ്പ് ചെയ്ത് താഴ്വശം വരെ ജോയിൻ്റ് ചെയ്തെടുത്തു. ഇറക്കത്തിൽ നമ്മൾ അത് രണ്ടും തമ്മിൽ ജോയിൻ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ആദ്യം നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഷോൾഡർ ഓപ്പൺ ചെയ്തെടുക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കൈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നമുക്ക് താഴേക്ക് വരെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് ടൈം ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് താഴ്വശം കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിന് 4 ഇഞ്ചിൻ്റെ ഒരു പീസ് ജോയിൻ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് സ്ലീവ് ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് സ്ലീവിൻ്റെ വീതി ഒന്ന് അളക്കാം. കണ്ടോ, 11 ഇഞ്ചാണ് നമുക്ക് വീതിയുള്ളത്. ഇത് 2ആയി ഫോൾഡ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഇരട്ടി വേണം. അപ്പോൾ 22 ഇഞ്ചാണ് 11 ഇഞ്ചിൻ്റെ ഇരട്ടി നമുക്ക് ലഭിച്ചത്. അപ്പോൾ 22 ഇഞ്ച് നീളവും
4 ഇഞ്ച് വീതിയും വരുന്ന ക്ലോത്താണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ 4 ഇഞ്ച് തന്നെ 2ആയി ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 4 ഇഞ്ചിൻ്റെ ഇരട്ടി നമുക്ക് 8 ഇഞ്ച് എടുക്കാം. അപ്പോൾ 8 ഇഞ്ച് വീതിയും 11 ഇഞ്ച് നീളവും വരുന്ന ക്ലോത്താണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കത് ഈ ക്ലോത്തിലൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, 11 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. 11 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 8 ഇഞ്ച് കൂടി എടുക്കുകയാണ്. 8 ഇഞ്ച് നമ്മൾ 2ആയി ഫോൾഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് 8 ഇഞ്ച് എടുത്തത്. നമുക്കിതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിലാണ് നെക്കുള്ളത്. ഷോൾഡർ ഒന്നും കട്ട് ചെയ്തിട്ടുമില്ല. പിന്നെ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അതിന് ഇതേപോലുള്ള ഒരു ക്ലോത്ത് എടുക്കാം. അതിനുശേഷം അതിൻ്റെ 4 സൈഡും നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പർദ്ദയുടെ നല്ല വശത്ത് വെച്ച് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമുക്ക് ഈ ക്ലോത്ത് ആദ്യം ഒന്ന് വിരിച്ച് വെക്കാം. അതിൻ്റെ മുകളിൽ പർദ്ദയുടെ നെക്ക് വെച്ച് കൊടുക്കാം. നല്ല വശം വേണം വെക്കാൻ വേണ്ടിയിട്ട്. പർദ്ദയുടെ നല്ല വശം ഈ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് വിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിതിവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം. കറക്റ്റ് 1/2 ഇഞ്ച് തന്നെ വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നെക്കിൻ്റെ അളവ് കറക്റ്റ് ആവുകയുള്ളൂ. ഞാനിവിടെ ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്കിതിങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ക്ലോത്ത് മൂവ് ചെയ്യും എന്നൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഫ്ത പിന്ന് പോലെ എന്തെങ്കിലും ഒന്ന് പിൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഈ ഒരു ക്ലോത്തിൻ്റെ സെൻറ്റർ പോയിന്റ് എടുക്കാം. കണ്ട, ഇതേപോലെ സെൻറ്ററിൽ മടക്കി വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഭാഗം ഒന്ന് ഓപ്പണായി കിട്ടും. ഇനി പർദ്ദ നേരെ വെച്ചതിന് ശേഷം നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ട, ഓപ്പണായ ആ ഭാഗത്തു കൂടി നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഈസിയായി നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ റൗണ്ട് ഷേപ്പ് മുഴുവനായും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്ക് മറിച്ചിടുന്നതിന് ഈസി ആവാൻ വേണ്ടിയാണ് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിച്ചിങ് പോയിന്റ് കട്ടാവാതെ ശ്രദ്ധിക്കണം. സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്താണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. റൗണ്ട് ഷേപ്പ് മുഴുവനായും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ നെക്ക് നമുക്കൊന്ന് മറിച്ചിടാം. സാധാരണ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ മറിച്ചിട്ട് അതിൻ്റെ ഒരു വശത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, റൗണ്ടിൽ നമുക്ക് ഓരോ സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് നല്ല ഭംഗിയായി ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവിൻ്റെ പീസ് 2ആയി മടക്കിയതിന് ശേഷം ആ സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ആ പീസ് നമുക്ക് സ്ലീവുമായി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ നല്ല വശം വെച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കണ്ടോ, ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. എങ്കിൽ മാത്രമേ നല്ല ഫിനിഷിങ്ങിൽ ഈ ഒരു ഏരിയ നിൽക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ സ്ലീവ് സെൻറ്ററിൽ വെച്ച് ഫോൾഡ് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ മാർക്ക് ചെയ്യുന്ന പോയിന്റിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമുക്ക് മുഴുവനായും ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, താഴ്വശം വരെ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് 2 സൈഡും ജോയിൻ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിവശം കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ അബായയുടെ സ്റ്റിച്ചിങ് പൂർത്തിയായി. നിങ്ങൾക്ക് കാണാം നെക്ക് ഞാൻ നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് പൂർത്തിയാകുമ്പോൾ 1.5 ഇഞ്ച് നെക്ക്, 2 ഇഞ്ച് ഇറക്കവും 4 ഇഞ്ച് ഉള്ളത് 4.5 ഇഞ്ച് വീതിയും വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. ഇവിടെ ഷോൾഡർ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. കണ്ടോ, സ്ലീവും നല്ല കറക്റ്റ് ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. നന്നായി അയൺ ചെയ്ത് കൊടുക്കണം. ഏതൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുത്താലും അത് നന്നായി അയൺ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് സ്ലീവിൻ്റെ വേറൊരു മോഡൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത ഒരു അബായയാണ്.
അധികം വീതിയൊന്നുമില്ലാതെ കറക്റ്റ് സ്ലീവിൻ്റെ സൈസിലാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇതിന് ഞാനൊരു പീസ് വെച്ച് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം മുക്കാൽ സ്ലീവ് എനിക്ക് ഫുൾ സ്ലീവ് ആക്കാൻ വേണ്ടിയാണ് ഞാനൊരു പീസ് വെച്ച് ജോയിൻ്റ് ചെയ്തത്. അതിനുശേഷം അതിന് ഞാനൊരു ഇലാസ്റ്റിക് ബാൻഡ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻഡിൽ. ഇതിപ്പോൾ ഞാൻ 2 വർഷമായി സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ക്ലോത്തിനോ ഇലാസ്റ്റിക് ബാൻഡിനോ ഒന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. നിങ്ങൾക്ക് നോക്കാം, ഇതൊരു ഫ്രണ്ട് ഓപ്പൺ അബായയാണ്. ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് ബട്ടൺ തുന്നിക്കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പർദ്ദയിലേക്ക് പോകാം. കണ്ടോ, ഇതിൻ്റെ സ്ലീവ് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ 3000 രൂപയൊക്കെ കൊടുത്ത് വാങ്ങുന്ന ഈ പർദ്ദ വെറും 700 രൂപയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പർദ്ദയുടെ ഡിസൈനിങ് വീഡിയോവുമായിട്ടായിരിക്കും നെക്സ്റ്റ് ടൈം ഞാൻ വരുന്നത്. അതുവരെ എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഡിസൈനിങ് വീഡിയോവുമായി തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.